വേദികളിലെല്ലാം ഡൊണാൾഡ് ട്രംപിനെ പരിഹസിക്കുകയാണ് ഇറാൻ. ഇന്ത്യയും ചൈനയും നുണക്കുഴികൾ എന്ന് പരാമർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തെ പരിഹസിച്ച് ഇപ്പോൾ ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. അമേരിക്കയിലെ ജന്മാവകാശ പൗരത്വ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തണമെന്നാവശ്യപ്പെട്ട് ട്രംപ് സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കിട്ടതിന് പിന്നാലെയാണ് ഇറാൻ രംഗത്തെത്തിയത്. മഹാരാഷ്ട്രയുടെ സമ്പന്നമായ സാംസ്കാരികവും ഭൂമിശാസ്ത്രപരമായ പൈതൃകം രേഖപ്പെടുത്തുന്ന വീഡിയോ മുംബൈയിലെ ഇറാൻ കോൺസുലേറ്റ് ജനറൽ പങ്കിട്ടു. മഹാരാഷ്ട്രയിലേക്ക് ഒരു യാത്ര US നേതാവിന് സാംസ്കാരിക വിഷവിമുക്തമാക്കൽ ആയിരിക്കുമെന്ന് അവകാശപ്പെട്ടു. ജന്മാവകാശ പൗരത്തെ വിമർശിച്ച് വംശീയ പരാമർശം പങ്കുവെച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസമായിരുന്നു രംഗത്തെത്തിയത്. ട്രൂത്ത് പ്ലാറ്റ്ഫോമിലാണ് കുടിയേറ്റ വിരുദ്ധ പരാമർശം പങ്കിട്ടത്. ഇടക്കാല തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനപ്രീതി കുറയുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലായിരുന്നു ട്രംപിന്റെ നീക്കം. കടുത്ത വലതുപക്ഷ നിരീക്ഷകനും റേഡിയോ അവതാരകനുമായ മിഖായൽ സവേജ് സോഷ്യൽ മീഡിയയിൽ എഴുതിയ പോസ്റ്റാണ് ട്രംപ് പങ്കിട്ടത്. അമേരിക്കയിൽ ജനിച്ചവർക്കുള്ള നിയമപരമായ പൗരത്വത്തെയും പരിരക്ഷകളെയും വിമർശിച്ചായിരുന്നു പോസ്റ്റ്. ജന്മാവകാശ പൗരത്വത്തിന്റെ വ്യാഖ്യാനങ്ങൾ കുടിയേറ്റക്കാർക്ക് അനുകൂലമാണെന്നും ചൈനയിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ഗ്രഹത്തിലെ മറ്റേതെങ്കിലും നഗരത്തിൽ നിന്നോ മുഴുവൻ കുടുംബത്തെയും അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ അനുവദിക്കുന്നതാണെന്നും പോസ്റ്റിൽ പറയുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു കുഞ്ഞ് ജനിച്ചാൽ പൗരത്വം ലഭിക്കുന്നു. പിന്നീട് അവർ മുഴുവൻ കുടുംബത്തെയും ചൈനയിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ഗ്രഹത്തിൽ നിന്നോ മറ്റേതെങ്കിലും നരകത്തിൽ നിന്നോ കൊണ്ടുവരുന്നു. അത് കാണാൻ നിങ്ങൾ അധികം ദൂരം പോകേണ്ടതില്ല. ഇവിടെ ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. ഇന്ന് വരുന്ന കുടിയേറ്റ വിഭാഗത്തിൽ ഈ രാജ്യത്തോട് വിശ്വാസ്യതയില്ലെന്നും പോസ്റ്റിൽ പറയുന്നു. അതേസമയം ഇറാൻ നേതൃത്വത്തിനുള്ളിൽ ഭിന്നതയുണ്ടെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവായ മുജ്തബ അലി ഖമേനി രംഗത്തെത്തിയിരുന്നു. രാജ്യത്ത് നിലനിൽക്കുന്ന ശക്തമായ ഐക്യം ശത്രുക്കളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുവെന്നും ജനങ്ങളുടെ മനസ്സിനെ ലക്ഷ്യം വെച്ചുള്ള ശത്രുവിന്റെ മാധ്യമ യുദ്ധം പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം എക്സിലൂടെ പ്രതികരിച്ചു. അമേരിക്ക ഇസ്രായേൽ ആക്രമണത്തിനു ശേഷം ആദ്യമായായിരുന്നു മുജ്തബ ഇത്തരമൊരു സന്ദേശം പുറപ്പെടുവിച്ചത്. അതേസമയം ഇറാനിൽ തീവ്രവാദികളെന്നോ മതവാദികളെന്നോ ഉള്ള വേർതിരിവില്ല െന്നും എല്ലാവരും വിപ്ലവകാരികളായ ഇറാനികളാണെന്നും പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാൻ വ്യക്തമാക്കിയിരുന്നു. നേതൃത്വത്തിൽ വിള്ളലുകളുണ്ടെന്ന വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഒരു ദൈവത്തിലും ഒരു നേതാവിലും വിശ്വസിക്കുന്ന ഉരുക്കുതുല്യമായ ഐക്യത്തിലൂടെ ആക്രമണകാരികളെ ഖേദിപ്പിക്കാൻ ഇറാന് സാധിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു. ഭരണകൂടവും ജനങ്ങളും ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. ആക്രമണങ്ങളിൽ മുജ്തബ ഖമേനിക്ക് ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. മുഖത്തും കൈകാലുകളിലും പരിക്കേറ്റ് അദ്ദേഹം നിരവധി ശസ്ത്രക്രിയകൾക്ക് വിധേയമായതായിരുന്നു വിവരം. ഇതിനിടെ ഹോർമൂസ് കടലിടുക്കിലെ ഇറാനിയൻ ബോട്ടുകളെ വെടിവെക്കാൻ ട്രംപ് ഉത്തരവിട്ടതും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഇറാനിയൻ എണ്ണ ടാങ്കർ അമേരിക്ക പിടിച്ചെടുത്തതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാക്കിയിട്ടുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.